അപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം 10-ാം തീയതി ഇട്ടൊരു വീഡിയോ ആണ് DJI Mini 5 Pro യൂസ്ഡ് ഡ്രോൺസിൻ്റെ. അപ്പോൾ ആ ഒരു വീഡിയോനെ ഇവർ ഡൗൺലോഡ് ചെയ്തിട്ട് അവരുടെ ഫേക്ക് പേജിൽ ഇട്ടിട്ടാണ്. അതിൽ പ്രൈസ് പറയുന്നത് ശരിക്കും ആ പ്രോഡക്റ്റിൻ്റെ വില 1,09,000 രൂപയാണ് ആ യൂസ്ഡ് പീസിൻ്റെ വില. പക്ഷേ അതിൽ കാണിച്ചിരിക്കുന്നത് വെറും 2,200 രൂപ മാത്രമാണ്. ഞാൻ അറിയുന്നത് സ്ഥാപനത്തിലൊരു കസ്റ്റമർ 200 രൂപ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വന്നത്. അത് പാലക്കാട് സ്വദേശി വന്ന് 96,500 രൂപ എന്ന് പറഞ്ഞപ്പോഴാണ് ആളും ഞെട്ടി. ഞങ്ങൾ 2,200 രൂപ പറഞ്ഞിട്ടല്ലേ ബുക്ക് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചാറ്റ് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വേറൊരാളുടെ പേരിക്കാണ് പോയിരിക്കുന്നത്. സ്കാനറും കാര്യങ്ങളെല്ലാം ഡിഫറൻ്റ് ആണ്. കാരണം നമ്മൾ പേയ്മെൻറ്റ് എടുക്കുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ സ്കാനറിലാണ് പേയ്മെൻറ്റ് എടുക്കുള്ളൂ. ഇപ്പോൾ 2,200 രൂപയ്ക്കാണ് അതിൽ കാണിക്കുന്നത്. ഒരിക്കലും 1,00,000 രൂപയുടെ താഴെ പോലും വാങ്ങിക്കാൻ പറ്റാത്ത ആ ഡ്രോൺ 2,200 രൂപയ്ക്ക് ബാറ്ററി പോലും അതിൻ്റെ കിട്ടില്ല നിലവിൽ. ഫേസ്ബുക്കിലെ ഒരു ഓഫർ പരസ്യം കണ്ട് 2,200 രൂപ നൽകി ഡ്രോൺ ഓർഡർ ചെയ്ത പാലക്കാട് ഒറ്റപ്പാലം പനമണ്ണ സ്വദേശിയായിട്ടുള്ള യുവാവിന് കഴിഞ്ഞ ദിവസം പാഴ്സലായി ലഭിച്ചത് കുപ്പിവെള്ളമായിരുന്നു. ഈ യുവാവ് പിന്നാലെ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. ഇന്തോ ഗാഡ്ജറ്റ്സ് എന്ന പേരുള്ള ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ള പരസ്യ വീഡിയോ കണ്ടായിരുന്നു ഈ യുവാവ് ഈ 2,200 രൂപ നൽകി ഡ്രോൺ ഓർഡർ ചെയ്ത്. പക്ഷേ കുപ്പിവെള്ളം ലഭിച്ചതിന് പിന്നാലെ താൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായ യുവാവ് വലിയ രീതിയിലുള്ള നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഈ യുവാവ് ഈ ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ, ഈ ഇന്തോ ഗാഡ്ജറ്റ്സിൻ്റെ പേരുള്ള വീഡിയോ എന്ന് പറയുന്നത് മലയാളത്തിൽ ഒരു ഡ്രോണിൻ്റെ പരസ്യ വീഡിയോ ആയിരുന്നു. മലയാളം സംസാരിക്കുന്ന ഒരു യുവാവ് ഡ്രോണിൻ്റെ പരസ്യ വീഡിയോ നടത്തുന്നതായിരുന്നു. ഈ വീഡിയോ ഉൾപ്പെടെ മോഷ്ടിച്ചതിന് ശേഷമാണ് ഇന്തോ ഗാഡ്ജറ്റ്സ് നിരവധി ആളുകളെ പറ്റിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. പാലക്കാട് മുണ്ടൂർ സ്വദേശിയായിട്ടുള്ള മൃദുൽ ആണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. മൃദുല് മുണ്ടൂരിൽ ക്യാം ഹണ്ട് 09 എന്ന പേരിൽ ഡ്രോണും അതുപോലെ തന്നെ ക്യാമറകളും എല്ലാം വിൽപ്പന നടത്തുന്ന ഒരു കടയുടെ ഉടമയാണ്. മൃദുൽ തൻ്റെ കടയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വീഡിയോ അത് മോഷ്ടിച്ചും ദുരുപയോഗം ചെയ്തുമാണ് ഈ ഇന്തോ ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്ന ഈ പ്രൊഫൈലുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലിലെ ഉടമകൾ ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ ഈ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുള്ളത്. ഏതായാലും മൃദുൽ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മൃദുൽ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതായത് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഷോപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ എനിക്ക് സ്ഥാപനത്തിൻ്റെ പേജുണ്ട്. അതായത് പേജിൽ ഞാൻ ഡെയിലി പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ചെയ്യും. സ്ഥാപനത്തിൽ ഓരോ മോഡൽസ് വരുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോസ് ഇടും. കാരണം കസ്റ്റമർ കണ്ടിട്ടാണല്ലോ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം 10-ാം തീയതി ഇട്ടൊരു വീഡിയോ ആണ് DJI Mini 5 Pro യൂസ്ഡ് ഡ്രോൺസിൻ്റെ. ആ ഡ്രോണിൻ്റെ വീഡിയോ എല്ലാം കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് പ്രൈസും ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട്. ഇതിൽ ഷോപ്പിൻ്റെ ലൊക്കേഷനും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോനെ ഇവർ ഡൗൺലോഡ് ചെയ്തിട്ട് അവരുടെ ഫേക്ക് പേജിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ കബളിപ്പിക്കപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അത് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലല്ല, പക്ഷേ എൻ്റെ വീഡിയോയും അതിൽ പ്രൈസ് പറയുന്നത് ശരിക്കും ആ പ്രോഡക്റ്റിൻ്റെ വില 1,09,000 രൂപയാണ് ആ യൂസ്ഡ് പീസിൻ്റെ വില. പക്ഷേ അതിൽ കാണിച്ചിരിക്കുന്നത് വെറും 2,200 രൂപ മാത്രമാണ്. ആ ഭാഗങ്ങളൊക്കെ ഈ വില പറയുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റി അവർക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഉപയോഗിച്ച് ആൾക്കാരെ പറ്റിച്ചിരിക്കുക. അതെ, അവർക്ക് ആവശ്യമുള്ളത് അതും ക്രോപ്പ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ വീഡിയോ സ്ലൈറ്റ്ലി ചെറുതായിട്ട് ക്രോപ്പ് ചെയ്തിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ഈ ഇന്തോ ഗാഡ്ജറ്റ്സിൻ്റെ ഈ ഫേസ്ബുക്ക് പേജിൽ മൃദുലിൻ്റെ വീഡിയോ വന്ന് മൃദുൽ യഥാർത്ഥത്തിൽ എപ്പോഴാണ് അറിയുന്നത്? ഞാൻ അറിയുന്നത് സ്ഥാപനത്തിലൊരു കസ്റ്റമർ 200 രൂപ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വന്നത്. പാലക്കാട് സ്വദേശി വന്ന് അയാൾ നേരിട്ട് കയറി വന്നു ഇവിടെ ഷോപ്പിലോട്ട്. പക്ഷേ അയാൾ നേരിട്ട് കയറി വരാൻ ചെയ്തു. കാരണം അയാൾ ബാക്കി പൈസ അയക്കണം, പിന്നെ സ്ഥാപനം ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. കാരണം എന്നെ കണ്ടിട്ട് മുൻപ് പരിചയമുണ്ട് ആൾക്ക്. അതുകൊണ്ട് നേരിട്ട് ഷോപ്പിൽ കയറി വന്ന് 200 രൂപ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധനം Mini 5 Pro വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ലാഭമാവും എന്ന് വിചാരിച്ച് വന്നായിരിക്കും ചിലപ്പോൾ. ആൾ നേരെ കയറി വന്ന് കൂളായിട്ട് സംസാരിച്ച്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു Mini 5 Pro ആണെന്ന് പറഞ്ഞു. ശരി, കസ്റ്റമർ നമ്മുടെ സ്റ്റാഫ് ആരെങ്കിലും അഡ്വാൻസ് എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ 200 രൂപ ചെയ്യാറില്ല. എന്നാലും നമ്മൾ കാണിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചു. വില എത്ര ചോദിച്ചു? 96,500 രൂപ എന്ന് പറഞ്ഞപ്പോഴാണ് ആളും ഞെട്ടി. ഞങ്ങൾ 2,200 രൂപ പറഞ്ഞിട്ടല്ലേ ബുക്ക് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചാറ്റ് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വേറൊരാളുടെ പേരിക്കാണ് പോയിരിക്കുന്നത്. സ്കാനറും കാര്യങ്ങളെല്ലാം ഡിഫറൻ്റ് ആണ്. കാരണം നമ്മൾ പേയ്മെൻറ്റ് എടുക്കുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ സ്കാനറിലാണ് പേയ്മെൻറ്റ് എടുക്കുള്ളൂ. ഈ ഒറ്റപ്പാലം പനമണ്ണ സ്വദേശിയായിട്ടുള്ള യുവാവ് ഇത്തരത്തിൽ ഈ പറ്റിക്കപ്പെട്ടു, ഡ്രോൺ ഓർഡർ ചെയ്തപ്പോൾ കുപ്പിവെള്ളം ലഭിച്ചു എന്നുള്ള കാര്യം മൃദുല് പിന്നെ ഈ പരാതി ഉയർന്നതിന് ശേഷമാണ് അറിയുന്നത്. ഈ പരാതി ഉയർന്ന ശേഷം അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ന്യൂസ് എൻ്റെ കൂട്ടുകാരൻ തന്നെ, കാരണം എൻ്റെ വീട് പണി നടക്കുമ്പോൾ കോൺട്രാക്ട് ഉണ്ട്. ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് കോൺട്രാക്ട് ഉണ്ട്, മൃദുല നിന്നെക്കുറിച്ച് വീഡിയോ വരുന്നു പറഞ്ഞു. അപ്പോഴാണ് അതിനെക്കുറിച്ച് അറിയണത്. പെട്ടെന്ന് ഈ വീഡിയോ എന്നെക്കുറിച്ച് വന്നിരിക്കണം. അപ്പോഴും എല്ലായിടത്തിലും എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും സംഭവം കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ അപ്പോഴാണ് അവർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എൻ്റെ വീഡിയോ വേറെ ആൾ ദുരുപയോഗം ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ പേജോ അല്ലെങ്കിൽ ഞാനായിട്ട് യാതൊരു ബന്ധമില്ല. വരെ 2,200 രൂപയ്ക്കാണ് അതിൽ കാണിക്കുന്നത്. ഒരിക്കലും 1,00,000 രൂപയുടെ താഴെ പോലും വാങ്ങിക്കാൻ പറ്റാത്ത ആ ഡ്രോൺ 2,200 രൂപയ്ക്ക് ബാറ്ററി പോലും അതിൻ്റെ കിട്ടില്ല നിലവിൽ. ഈ മൃദുലിൻ്റെ പ്രൊമോഷൻ വീഡിയോ അത് മോഷ്ടിച്ച് ഇന്തോ ഗാഡ്ജറ്റ്സ് നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പ്, ആ തട്ടിപ്പ് കൊണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത ബുദ്ധിമുട്ടിലേക്ക് മാറി. നിലവിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. നിലവിൽ എനിക്ക് കസ്റ്റമേഴ്സടക്കം വിളിച്ചിട്ട് റീഫണ്ട് ചോദിക്കാൻ തുടങ്ങി. കാരണം ഇപ്പോൾ ഇങ്ങനെ കാരണം എന്നെക്കുറിച്ച് അറിയാത്തവർ, കാരണം എന്നെക്കുറിച്ച് സ്ഥാപനത്തെക്കുറിച്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഓക്കെ, അല്ലാത്തവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. കാരണം രണ്ടും എൻ്റെ വീഡിയോ തന്നെ ഓടുന്നത്. അപ്പോൾ ഞാൻ തന്നെ നടത്തേണ്ടതാണെന്ന് പറഞ്ഞിട്ട് പലരും അങ്ങനെ പറയുകയുണ്ടായി. പിന്നെ പലരും അങ്ങനെ ഓരോ ബുദ്ധിമുട്ട്, വീട്ടുകാർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഞാൻ തന്നെ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഇപ്പോൾ എന്നെ എന്ത് കണ്ണിൽ അവർ കാണുന്നത് എനിക്കറിയണില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനായി.
ഈ ഇന്തോ ഗാഡ്ജറ്റ്സിനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്, നിയമ പോരാട്ടത്തിൽ തന്നെയാണ്. അത് ആരാണെന്ന് കണ്ടെത്തണം എന്നുള്ളതിനാണ് ആവശ്യം. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഞാൻ സൈബർ പോലീസിൽ കൊടുത്തിട്ടുണ്ട്, SP കൊടുത്തിട്ടുണ്ട്, മദർ സ്റ്റേഷനിലായ നമ്മുടെ കോങ്ങാട് സ്റ്റേഷനിൽ ഞാൻ നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് നോക്കൂ, അതായത് ഈ ഇന്തോ ഗാഡ്ജറ്റ്സ് ഇങ്ങനൊരു വ്യാജ പരസ്യം നൽകിക്കൊണ്ട് നിരവധി ആളുകളെയാണ് ഈ പറ്റിച്ചിരിക്കുന്നത്, തട്ടിപ്പിന് ഇരയാക്കിയിരിക്കുന്നത്. 2200 രൂപയ്ക്ക് ഡ്രോൺ നൽകാം, അതും DJയുടെ മിനി 5 Pro, ലക്ഷങ്ങൾ വിലയുള്ള ഡ്രോണാണ്, അത് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറ്റിക്കൽ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പക്ഷേ അവർ ഈ തട്ടിപ്പിന് ഉപയോഗിച്ചിരിക്കുന്നത് പാലക്കാട് മുണ്ടൂർ സ്വദേശിയായിട്ടുള്ള മൃദുൽ എന്ന് പറയുന്ന ഒരു വ്യാപാരിയുടെ, ഒരു വ്യവസായിയുടെ ഒരു പ്രൊമോഷണൽ വീഡിയോ ആണ്. അവർ ഈ തട്ടിപ്പിന് ഈ വീഡിയോ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഈ പരാതികൾ വരുമ്പോഴെല്ലാം മൃദുലിൻ്റെ വീഡിയോ കൊണ്ടാണ് ആളുകൾ വരുന്നത്. ഇപ്പോൾ മൃദുലിന് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നതിന് പിന്നാലെ തനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മൃദുൽ പറയുന്നത്. കാരണം താൻ പോലും അറിയാതെ തൻ്റെ വീഡിയോ ആരോ മോഷ്ടിച്ച് ചേർന്ന് നടത്തിയ തട്ടിപ്പാണ്. പക്ഷേ ആ തട്ടിപ്പിന് ഇപ്പോൾ താൻ കൂടി പങ്ക് ഉണ്ട് എന്ന രീതിയിൽ വ്യാജമായിട്ടുള്ള കുറേ പ്രചരണങ്ങൾ നടക്കുന്നു. തനിക്ക് യഥാർത്ഥത്തിൽ ഇന്തോ ഗാഡ്ജറ്റുമായി ഒരു രീതിയിലുള്ള ബന്ധവുമില്ല, ആരോ എടുത്ത് മോഷ്ടിച്ച് തൻ്റെ വീഡിയോ ഇന്തോ ഗാഡ്ജറ്റ്സ് എന്ന ഫേക്ക് പേജിൽ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരും ഇനി ആ പേജിൽ തൻ്റെ വീഡിയോ കണ്ട് പറ്റിക്കപ്പെടരുത്. അതിനെപ്പോലെ തന്നെ ഇപ്പോൾ നിരവധി തട്ടിപ്പിന് ഒരുപാട് പേര് ഇരയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്തോ ഗാഡ്ജറ്റ്സ് ആരാണ് ആ ഫേസ്ബുക്ക് പ്രൊഫൈലിന് പിന്നിലെന്നുള്ളത് കണ്ടെത്തണം എന്നുള്ളതാണ് മൃദുലിൻ്റെ ആവശ്യം. മൃദുൽ നിലവിൽ പാലക്കാട് സൈബർ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.